نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിച്ച് നൽകിയ രണ്ട് സുന്നത്തായ നോമ്പുകളാണ് മുഹറം 10-ലെയും 9-ലെയും നോമ്പുകൾ. അറബിയിൽ അതിന് മുഹറം 9-ലെ നോമ്പിന് താസുആ എന്നും 10-ലെ നോമ്പിന് ആഷൂറ എന്നുമാണ് പറയുക. നോമ്പനുഷ്ഠിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുവാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മുഹറമിലെ ഈ രണ്ട് നോമ്പിന്റെയും പിന്നിൽ മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഫിർഔനിന്റെയും ചരിത്രമാണുള്ളത് എന്ന് കഴിഞ്ഞ ഖുത്ബയുടെ അവസാനം നമ്മൾ സൂചിപ്പിച്ചു. പ്രവാചകൻ മദീനയിലേക്ക് വരുമ്പം അവിടെയുണ്ടായിരുന്ന ജൂതന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ട് പ്രവാചകൻ അവരോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്തിനാണ് മാഹാദ, എന്തിനാ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്? അപ്പൊ അവരുടെ മറുപടി, ഹാദാ യൗമുൻ സ്വാലിഹ്, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രാഈല മിൻ അദുവിഹിം. ഇത് ബനൂ ഇസ്രായേല്യരെ അവിടെ ശത്രുവായ ഫിർഔനിൽ നിന്നും മോചിപ്പിച്ചതിന്റെ ഭാഗമായി ഫസ്വാമഹു മൂസ, അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പ് നോറ്റതാണ് ഈ ദിവസം. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് വിൽക്കുന്നത്. തദടിസ്ഥാനത്തിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞതാണ്, ഫഅന ഹഖ്ഖു ബി മൂസാ മിൻകും, യഹൂദരെക്കാൾ മൂസാ നബിയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് മുസ്ലിങ്ങളായ നമ്മളാണല്ലോ. ഫസ്വാമഹു വ അമറ ബിസുയാമി, അങ്ങനെയാണ് പ്രവാചകൻ നോമ്പ് നോൽക്കുവാനും പ്രവാചകൻ നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു നോമ്പിന്റെ പിന്നിൽ മൂസാ നബിയുടെയും ഫിർഔനിന്റെയും വലിയ ഒരു ചരിത്രം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. 136 സ്ഥലങ്ങളിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് ഖുർആൻ സംസാരിച്ചത്. അതിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം മുഴുവനും നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളടക്കം എത്രയോ ആയത്തുകളിലൂടെ
പരിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങളിലൂടെ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിട്ട് വ്യക്തിപരമായി അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹൽ അതാക ഹദീസു മൂസ. ഖുർആൻ ഓതുന്ന ഓരോരുത്തരോടും അള്ളാഹ് ചോദിക്കുകയാണ്. മൂസാ നബിയുടെ മദ്രസ മുതൽ നമ്മൾ പഠിച്ച ഈ സംഭവം, ചരിത്ര സംഭവങ്ങൾ, ഇസ്ലാമികമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഖുർആന്റെ ചോദ്യമാണ്. പഠിച്ചിട്ടില്ലേ? അവനാന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഹൽ അതാക ഹദീസു മൂസ. ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് അള്ളാന്റെ ചോദ്യമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് മാത്രമല്ല, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ കാര്യം മൂസാ നബിന്റെ ചരിത്രം പഠിച്ചിട്ടില്ലേ? മനസ്സിലാക്കിയിട്ടില്ലേ? മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ജീവിതത്തിൽ എപ്പോഴും മനസ്സിൽ കെടാതെ കാത്തു സൂക്ഷിക്കുന്നില്ലേ? മുഹമ്മദ് നബിയെ പഠിക്കണ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബിയെ പഠിക്കണ പോലെ മൂസാ നബിയെയും പഠിച്ചിട്ടില്ലേ? നമ്മളോട് അള്ളാഹ് ചോദിക്കാൻ. എന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? പഠിക്കാൻ മാത്രം, ചർച്ച ചെയ്യാൻ മാത്രം, ജീവിതത്തിൽ പകർത്താൻ മാത്രം, നമ്മുടെ ജീവിതവുമായി അത്രയും താദാത്മ്യപ്പെട്ടു പോകുന്ന ജീവചരിത്രമാണ് മൂസാ നബിയുടേത് എന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഖുതുബയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഫിർഔനിന്റെയും ജീവിതത്തിൽ നിന്ന്, നമ്മൾ കേട്ടതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം, ഫിർഔനിനെ അള്ളാഹു നൈൽ നദിയിൽ മുക്കിക്കൊന്നു. ഫിർഔനെ മുക്കിക്കൊന്നു. ആ കൊന്ന ഉടനെ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണപാഠമായി ഫിർഔനിന്റെ ശവശരീരത്തിന്റെ മുന്നിൽ വെച്ച് അള്ളാഹു നൽകിയിട്ടുള്ള പ്രഖ്യാപനമാണ്. ഫൽയൗമ നുനജ്ജീക ബിബദനിക്. ഫിർഔനിന്റെ ശരീരമിതാ ഞാനിതാ ബാക്കിയാക്കുകയാണ്. ബാക്കി എല്ലാവരുടേതും മണ്ണിനടിയിൽ കൊണ്ടുപോയി നാമാവശേഷമായി നുരുമ്പിച്ചു പോകുമ്പോൾ ഫിർഔനിന്റെ ബോഡി ഇതാ ഞാൻ ബാക്കിയാക്കുകയാണ്. എന്തിനാണ് ബാക്കിയാക്കുന്നത്? ലിതകൂന ലിമൻ ഖലഫ് മിൻ ഖൽഫക ആതി ആയ. ഇനി തിരിച്ചു വരുന്ന പിൻതലമുറക്കാരിൽ നിന്ന്, ഇനി വരുന്ന തലമുറകൾക്ക് ഈ ബോഡിയിൽ നിന്ന്, ഈ ശവശരീരത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന് അവർക്ക് പാഠം ഉൾക്കൊള്ളാനാണ് ഫിർഔനിന്റെ ബോഡി ഞാനിതാ അന്ത്യനാൾ വരെ മുഅ്ജിസത്തായി ഈ ദുനിയാവിൽ ബാക്കിയാക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, ഫിർഔനിനെ ഈ ദുനിയാവിൽ ഇന്നും കൈറോയുടെ മ്യൂസിയത്തിൽ ബാക്കിയാക്കുന്നതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഗുണപാഠം എന്താണെന്നറിയോ? ഒന്നാമത്തെ ഗുണപാഠം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു തലമുറകളിലൂടെ പടച്ചതമ്പുരാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ദീനിനെതിരായി ജീവിക്കുന്നയാൾ എത്ര വലിയ ആളാണെങ്കിലും തലമുറകളിലൂടെ അയാളെ അള്ളാഹു അപമാനിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഗുണപാഠാണ്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾ അള്ളാഹു തലമുറകളിലൂടെ നന്മയായി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. പടച്ചോന്റെ ദീനിനെതിരായി ജീവിക്കുന്ന ഒരാൾ ഏറ്റവും വലിയ ഈ ലോകത്തറിയപ്പെടുന്ന ഒരാളാണെങ്കിലും അയാളെ തലമുറകളായി പടച്ചതമ്പുരാൻ അപമാനിച്ചുകൊണ്ടേയിരിക്കും. നമുക്കും അത് ബാധകമാണ്. നോക്കൂ നിങ്ങൾ, ഫിർഔനും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഒരു നാട്ടിലാണല്ലോ, ഈജിപ്തിലാണല്ലോ. മൂസാ നബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പ്രകാരം സാധുവായൊരു മനുഷ്യൻ. സമ്പത്തില്ല, അധികാരമില്ല, നാട്ടുകാരോ കുടുംബക്കാരോ ഒരു വലിയ സമൂഹത്തിന്റെ പിന്തുണ ഒന്നുമില്ല. സാധുവായൊരു മനുഷ്യൻ. പക്ഷേ ആ സാധുവായൊരു മനുഷ്യനെ അന്ത്യനാൾ വരെയുള്ള കോടിക്കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ ആദരവോടുകൂടി കാണുന്നു. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധ ഖുർആനിൽ മറ്റെല്ലാ പ്രവാചകന്മാരെക്കാൾ കൂടുതൽ അള്ളാഹു പരാമർശിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് കലീമുള്ള, അള്ളാഹുവിനോട് സംസാരിക്കാൻ അനുവാദം കിട്ടിയ, നേർക്കുനേരെ സംസാരിക്കാൻ കിട്ടിയ, അനുവാദം കിട്ടിയ പ്രവാചകനായി അള്ളാഹു അദ്ദേഹത്തെ മാറ്റുന്നു. എന്തേ കാരണം? സമ്പത്തോ അധികാരങ്ങളോ നാട്ടിലറിയപ്പെടുന്ന വലിയൊരു കുടുംബത്തിലോ ഒന്നുമല്ലാഞ്ഞിട്ടും അന്ത്യനാൾ വരെ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമായി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാനുള്ള കാരണം ഒറ്റ കാരണമാണ്, ഒരേ ഒരു കാരണം. ഇന്നഹു കാന മുഖ്ലിസൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനോട് ഏറ്റവും നിഷ്കളങ്കമായി അള്ളാന്റെ ദീനനുസരിച്ച് ജീവിച്ച ആളായിരുന്നു. ഇത് മാത്രമാണ്. ദീനിയാണോ അള്ളാഹു തലമുറകളിലൂടെ നമ്മെ അടക്കം പടച്ചതമ്പുരാൻ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും.
പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഫിർഔനോ, ഫിർഔൻ ഒരു നാടിന്റെ പ്രസിഡന്റ് അല്ല, ഒരു പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ല, ഈജിപ്ത് എന്ന് പറയുന്ന ബൃഹത്തായ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരി. സമ്പത്ത്, രാജ്യം, അധികാരം, ഉടയാടകൾ, അദ്ദേഹത്തിന് പറ്റിയ ഹാമാൻ എന്ന ക്രൂരനായ മന്ത്രി. ഇനിയോ ആ നാട്ടിൽ ഈ രാജാവിന് എന്തു പറയുന്നോ അതുപോലെ നടപ്പിലാക്കുന്ന രാജാവിനോളം സമ്പത്തുള്ള ഖാറൂൻ എന്ന മുതലാളി. ഇനി എന്താ ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ വേണ്ടി? അധികാരം, പൈസ, രാജ്യം. ഒരാൾ പോലും എതിർക്കൂല. മുഴുവനും ഫിർഔനെ അടിമയായി ആരാധിക്കുന്നു. ആ ഫിർഔൻ അല്ലാഹ് എന്താ ചെയ്ത്? മുക്കിയാണ് കൊന്നു. എന്നിട്ട് കൈറോയുടെ മ്യൂസിയത്തിൽ ടിക്കറ്റിന് പടച്ചോൻ കാഴ്ചക്കാരനാക്കി വെച്ചു. എന്തേ കാരണം? ഒരേ ഒരു കാരണമാണ്, ഇന്നഹു തഗ, പടച്ചോനോട് അവൻ ധിക്കാരത്തിൽ ജീവിച്ചു. സഹോദരങ്ങളെ, ഇത് നമ്മൾക്കുണ്ടാ ഗുണപാഠമെന്നറിയോ? നമ്മുടെ നാട്ടില്, നമ്മുടെ ജില്ലയില്, നമ്മുടെ ജീവിതത്തില് ഒരാൾ അള്ളാനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അയാളുടെ മക്കളിലൂടെ, കുടുംബത്തിലൂടെ പടച്ചവൻ ആ നന്മയുള്ള മനുഷ്യന്റെ സ്തുതികീർത്തനങ്ങൾ പടച്ചതമ്പനൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഓർമ്മിപ്പിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയില്ലേ, നമ്മുടെ പിതാവിനെ കുറിച്ച്, മാതാവിനെ കുറിച്ച് പറയില്ലേ, മൗലവി എന്റെ വാപ്പേ പണ്ട് കയ്യെ പിടിച്ച് പള്ളിക്കൊക്കെ കൊണ്ടുവന്നതാണ്. ബാപ്പാന്റെ നിർബന്ധേനി പള്ളിക്കൊക്കെ ജുമാക്ക് നേരത്തെ വരണമെന്നുള്ളത്, ബാപ്പാന്റെ നിർബന്ധേനി വീട്ടിലുണ്ടാകുമ്പോ ജമാഅത്തിന് വരണമെന്നുള്ളത് ബാപ്പ പിടിച്ച് പിടിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് മൗലവി ഞങ്ങൾ നിസ്കാരക്കാരായത്. ഞങ്ങളെ ആ വാപ്പാന്റെ പൈസനെ പറ്റി അദ്ദേഹത്തിന് സംസാരമില്ല. പക്ഷെ വാപ്പ എന്നെ ദീനിയാക്കി വളർത്തി എന്നുള്ളത് അടുത്ത തലമുറക്ക് നമ്മുടെ നാവിലൂടെ കൈമാറും നമ്മൾ. എന്റെ അമ്മച്ചേ, പുസ്തകം തുറക്കണീന് മുന്നേ ഒരു പേജ് ഖുർആൻ ഓതാതെ അമ്മാന്റെ കുട്ടി പുസ്തകം തുറക്കണ്ട എന്ന് പറഞ്ഞ ഷാഢ്യത്തുമ്പോ ഓതാൻ തുടങ്ങിയതാണ്. അന്ന് ഞങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ലേനി, ചമ്മാന്റെ നിർബന്ധേനി. അതുകൊണ്ട് എന്താ മൗലവിന്നറിയോ? അന്ന് കാണാതെ പഠിച്ചതും അന്ന് ഓതിയതും ഇന്നും കിട്ടുന്നുണ്ട്. ഇമ്മങ്ങാറില്ലെങ്കിണ്ടല്ലോ ഈ ഖുർആൻ ഇത്രയും കൂടി ഓത്ത് കിട്ടൂലായിരുന്നു, ഇത്രയും കൂടി ഹിഫ്ളില്ലായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ മരിച്ചുപോയിട്ട് എത്ര കാലായി, പക്ഷെ ഇപ്പോഴും നമ്മുടെ ഉമ്മയുടെ എന്താ നമ്മൾ പറഞ്ഞറിയോ? ഉമ്മ ഉണ്ടായത് കൊണ്ടാണ് ഖുർആൻ ഓതാൻ കിട്ടുന്നത്, ബാപ്പുണ്ടായതുകൊണ്ടാണ് പള്ളിക്കൊക്കെ വരാൻ കിട്ടുന്നത്. നമ്മൾ പറയാൻ അന്തം വിട്ടിങ്ങനെ നടക്കുന്ന സമയത്താണ് മൂത്താപ്പൊണ്ടായിട്ട് ജാമി കൊണ്ടേ ചേർത്ത്, സുല്ലമ കൊണ്ടേ ചേർത്തത്, അവിടെ കൊണ്ടേ ചേർത്തത്. അതുവരെ ദീനില്ലായിരുന്നു. അവിടുന്ന് അധ്യാപകരേക്കും തൗഹീദ് കിട്ടി, ദീന് കിട്ടി. അൽഹംദുലില്ലാഹ്, മൂത്താപ്പാക്കല്ല സ്വർഗം കൊടുക്കട്ടെ. സഹോദരങ്ങളെ, മരിച്ചുപോയ 20 കൊല്ലം മുമ്പോ 15 കൊല്ലം മുമ്പോ മരിച്ചുപോയ ഒരു മൂത്താപ്പാനെ പറ്റി നമ്മുടെ നാവിലൂടെ അള്ളാഹു പുകഴ്ത്തുകയാണ്. എന്ത്? ദീനിയായി ജീവിച്ച ഒരാൾ അള്ളാഹു അങ്ങനെ ചെയ്യുക. നമ്മളിങ്ങനെ പോകുമ്പോഴേ നമ്മളെ പേരക്കുട്ടിനോട് പറയാൻ, ഇതൊക്കെ നമ്മളെ വല്യാപ്പാന്റെ സെലേനിട്ടോ, മൂത്താപ്പാന്റെ സെലേനി. മക്കൾക്ക് ഇങ്ങനെ ഓടിക്കണ കൂട്ടത്തിൽ ബാപ്പ പറഞ്ഞു, വല്യാപ്പ പറഞ്ഞു, അത് നമുക്ക് മദ്രസക്ക് കൊടുക്കലേ, അത് എത്തിങ്ങാനെ കൊടുക്കലേ, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കലേ. അങ്ങനെ അവിടെ കണ്ടായത്. സഹോദരങ്ങളെ, എത്രയോ വർഷം മുമ്പ് മരിച്ചു പോയ വല്യാപ്പാനെ കുറിച്ച് നമ്മൾ പറയാൻ, ആ വല്യാപ്പാന്റെ ജീവിതം, ഭൗതികമായ ജീവിതം ചർച്ച ഉണ്ടോ? അന്ന് കെട്ടിയ വാച്ച് ചർച്ച ഉണ്ടോ? പോയ വണ്ടി ചർച്ച ഉണ്ടോ? കേറ്റിയ വീട് ചർച്ച ഉണ്ടോ? ദീന് ചർച്ച ഉണ്ടാവും. കാരണം അള്ളാഹുവിന്റെ സന്തോഷ വർത്തമാനാണ്. അതന്നെയാ നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി. നമ്മളെ കുറിച്ച് നമ്മളെ മക്കൾ എന്താ പറയേണ്ടി? നമ്മളെ കുറിച്ച് നമ്മുടെ മക്കൾ നല്ലത് പറയണമെങ്കിൽ നമ്മൾ മൂസാ നബിയുടെ മാതൃകയുള്ള ദീനിയായി ജീവിക്കണം. ഫിർഔൻ ആ നാട്ടിൽ നിന്ന് ഏറ്റവും വലിയ മുതലാളിയാണ്. ദുനിയാവ് കിട്ടുന്ന എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ ലോകത്തിന്റെ മുന്നിൽ എന്തായി? അതന്നെയാ നമ്മുടെ നാട്ടിൽ നമ്മളെ ആൾക്കാർ പറയില്ലേ, ബാപ്പാനും വല്യാപ്പാനെയൊക്കെ പറ്റി പറയുമ്പോ, അല്ല എന്താ എന്റെ മൂത്താപ്പാനെ പറ്റിയൊന്നും പറയാത്ത? എന്താ പറയോ? മൂത്താപ്പാനെ പറ്റിയൊന്നും പറയേണ്ട മൗലവി. എന്തേ? ഒന്നുമില്ല, പൈസ കണ്ടേനി. പിന്നെ പണ്ടത്തെ കാലല്ല, ഇന്നത്തെ കാലത്ത് ദീനൊന്നുമില്ല. ചുരുക്കി പറഞ്ഞെന്തറിയോ? ബ്രാൻഡഡ് സാധനമായിരിക്കും കയ്യുമ കെട്ടിയതൊക്കെ. മുന്തിയ വണ്ടി ഇമ്പോർട്ടൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. എല്ലാ സാധനവും ഉണ്ടാവും. നാട്ടിൽ അറിയപ്പെടുന്ന മധ്യസ്ഥനൊക്കെ കാരണം ദീനുണ്ടാവില്ല. ആരെ നാവൊന്നും മയ്യത്തായ പിന്നെ വർത്താനം തന്നെ ഉണ്ടാവില്ല കൂട്ടരെ, ഉണ്ടാവില്ല. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. മൂസാ നബി പൈസക്കാരനല്ല, പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ധനാഢ്യനായി. ഫിർഔൻ ധനാഢ്യനാണ്, ലോകത്തിന്റെ ഏറ്റവും മുന്നിൽ വട്ടപൂജയായി. ദീനാണ് ബേസ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഖുർആന്റെ വാക്കാണ്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഒരാൾ ദീനിയായാൽ സയജ്അലുർ റഹ്മാനു വുദ്ദ, മറ്റുള്ളവരുടെ മനസ്സിൽ അയാളെ കുറിച്ച് പടച്ചോൻ ഇഷ്ടം കൊടുക്കും, ഇഷ്ടം കൊടുക്കും. അത് നമ്മൾ തലമുറകളായി ആ ഇഷ്ടം കൈമാറും. നമ്മളെ ദീനിന്ന് തെറ്റിപ്പോയ ഏതെങ്കിലും സന്ദർഭം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പിന്നീട് പറഞ്ഞാലോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എടാ എന്റെ ഒരു ചങ്ങായി അല്ലേനോ ഇവിടുത്തെ ആള്, നമ്മളെന്താ പറയാ, ചങ്ങായി, അതിനെപ്പറ്റി വർത്താനം പറയല്ലേ.
ജീവിതത്തിൽ ഇന്ന് ഓർക്കാട്ടല്ലാത്ത നിസ്കാരം വരെ പോയൊരു കാലാണത്. ഓന്റെ ഒപ്പം കൂടിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, അന്ന് നമ്മൾ ഏറ്റവും വലിയ ഇന്റിമേറ്റ് ഫ്രണ്ടേനി. പക്ഷെ പിന്നീട് അവനെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ വെറുപ്പായി. ആദ്യം നമ്മൾ പോയിരുന്ന പല സ്ഥലവും ഇന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വെറുപ്പായി. പടച്ചോൻ അന്നും നിന്നെ മരിപ്പിച്ചതല്ല അൽഹംദുലില്ലാ എന്ന് പറയലായി. ദീനിനെതിരാണോ മനസ്സിൽ അവനാന്റെ മനസ്സിൽ പടച്ചു തമ്പുരാൻ വെറുപ്പുണ്ടാക്കും. ദീനിയാനോ തലമുറകളായി അല്ലാഹു ഹുബ്ബ് തരും, ഇഷ്ടം തരും. എന്തിനേറെ നമ്മൾ ഖുത്ബയിലും ക്ലാസ്സിലെ റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് ഈമാനോടുകൂടി മൺമറഞ്ഞു പോയവർക്കും നീ പുറത്തു തരയണമേ എന്ന് പ്രാർത്ഥിക്കല്ലേ. മിനിമം ഇങ്ങനെ പ്രാർത്ഥിക്കല്ലേ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അതിന് ആർക്ക് ഉത്തരം കിട്ടണ്ട രസങ്ങളെ? ഈ നാട്ടില് ദീനിയായി ജീവിച്ചു മരിച്ചു പോയവർക്ക് കബർന്ന് പടച്ചു തമ്പുരാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട്. അപ്പോഴും ദീനല്ലാതെ മരിച്ചു പോയാലോ ഓലവിടെ കിടക്കുന്നുണ്ട്. ആകെത്ര കൊല്ലം നമുക്ക് ദീനിയായി ജീവിക്കേണ്ടി വരും, ആകെത്ര കൊല്ലം കൂട്ടര് കുറച്ചു കാലം. അത് പടച്ചോൻ ഇഷ്ടല്ലാത്ത രൂപത്തിൽ ജീവിച്ചാൽ ദുനിയാവും പോയി പരലോകവും പോയി. നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണ്ടേ, നമ്മളെ കുറിച്ച് തലമുറ എന്താ പറയേണ്ടി? ഇന്റെ വാപ്പ, ഇന്റെ അമ്മ, ഇന്റെ വല്യാപ്പ നമ്മളെ കുറിച്ച് പറയണം. അതിന് നമ്മൾ ദീനിയാണ്. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് പറയാണ്ടാണ്ട സന്തോഷം എന്താ അറിയോ? സന്തോഷം അവർ നല്ല ജോലിക്കാരാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ പടച്ചോൻ അവർ ദീനിയാണ് എന്ന് നമ്മുടെ മനസ്സിന് സന്തോഷവും ആനന്ദവും നൽകും. ഇതാണ് ഒന്നാമത്തെ ഗുണപാഠം. സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ദീനിയാണോ കുടുംബങ്ങളിലൂടെ പടച്ചോൻ ഖൈർ തരും. ഞാൻ ഒറ്റ വാക്കുകൂടി പറയാൻ, ചില സമയത്ത് നമ്മൾ പറയില്ലേ, നമ്മുടെ ഒരു ജാഹിലിയ കാലഘട്ടം ഉണ്ടാവും, ഏതൊരു മനുഷ്യനുണ്ടാവും ചെറുപ്പകാലം. എന്നിട്ട് അത് കഴിഞ്ഞ് വലുതായിട്ട് നമ്മളിങ്ങനെ പറയും, നമ്മുടെ രസത്തിൽ നമ്മളിങ്ങനെ പറയും, അന്നേ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് മഹമൂദ് ഉസ്താദൊക്കെ എത്രങ്ങാനാണ് അടിച്ചത്, പടച്ചോൻ അന്നന്ന് മൂപ്പര് പറഞ്ഞ് കേട്ടില്ല. അൽഹംദുലില്ലാ, എന്നാലും അദ്ദേഹം അന്ന് പഠിപ്പിച്ചത് ഇന്നും ബാക്കിയായതുകൊണ്ട് പടച്ചോൻ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. നമ്മളെ മരിച്ചിട്ട് എത്ര കാലായിട്ടുണ്ടാവും. ഇപ്പോഴും അങ്ങാടിന്ന് നമ്മൾ കട്ടൻ ചായ എടുക്കുമ്പോൾ നമുക്ക് ദീന് കൈമാറി തന്നാക്ക് ചായന്റെ അടി പ്രാർത്ഥിക്കണമെങ്കിൽ അതാണ് ദീന് എന്ന് പറഞ്ഞാൽ, അതാണ് അള്ളാഹു തന്നെ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ. പ്രവാചകന്റെ ഹദീസ് കൂടി വായിക്കട്ടെ, മനസ്സിൽ നമുക്ക് സന്തോഷം ഉണ്ടാകാൻ. പ്രവാചകന്റെ വാക്ക്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാൾ ദീനിയായി ജീവിക്കാൻ തീരുമാനിച്ചു എങ്കിൽ അയാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടാൽ ഫഅഹിബ്ബഹു ഫയുഹിബ്ബഹു ജിബ്രീൽ, അള്ളാഹു എന്ത് ചെയ്തറിയോ? ജിബ്രീലിനോട് പറയും, നേർക്ക് നേരെ ഇങ്ങനെ പറയട്ടോ, മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലുള്ള മുഹമ്മദിന് എനിക്ക് ഇഷ്ടാണ് ജിബ്രീലെ എന്ന് അല്ല ജിബ്രീലിനോട് പറയും. നമ്മുടെ പേര് ജിബ്രീലിനോട് അല്ല പറയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫയുനാദി ജിബ്രീലു ഫീ അഹ്ലിസ് സമാ, ആകാശത്തുള്ള മുഴുവൻ ആളുകളോടും മലായിക്കത്തുകളോടും ജിബ്രീൽ പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു, എടാ ഇന്നാലിന്നാളെ അള്ളാഹ്ക്ക് ഇഷ്ടാണ്, അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഇഷ്ടപ്പെടണം കേട്ടോ. കഴിഞ്ഞില്ല, ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശത്തുള്ളവർ മുഴുവനും നമ്മെ ഇഷ്ടപ്പെടും. സുമ്മ യൂദഉ ലഹു അൽ ഖുബൂൽ ഫിൽ അർള്, പിന്നീട് ഭൂമിയിലുള്ള വിശ്വാസികളുടെ മനസ്സിലേക്ക് അയാളെ കുറിച്ചുള്ള ഇഷ്ടവും അള്ളാഹു നൽകും. അതുകൊണ്ടാണ് ആ പറയുന്നത്. അതുകൊണ്ടാ സിനിമാളിന് സ്ഥലം കൊടുത്തവനെ പറ്റി നമ്മൾ പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ പറയാത്തത്? അള്ളാന്റെ ഇഷ്ടവുമായി ബന്ധപ്പെട്ടതല്ല. പള്ളിക്ക് സ്ഥലം കൊടുത്തവനെ പറ്റി പറയണില്ലേ? കഷ്ടപ്പെടുന്ന സമയത്ത് സഹായിച്ചവനെ പറ്റി പറയണില്ലേ? ഖുർആൻ പഠിപ്പിച്ചവനെ പറ്റി പറയണില്ലേ? അത് തന്നെയാണ് മൂസാ നബിയുടെ ചരിത്രം. ഒന്നാമത്തെ ഗുണപാഠം, നമ്മൾ ദീനിയാകുക, തലമുറകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ. രണ്ടാമത്തത് എന്താ ഞങ്ങളെ? അള്ളാഹുവിലുള്ള വിശ്വാസം വേണ്ടത് പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്ന് തിരിച്ചറിവാണ്. നമുക്ക് രണ്ട് കാലം സ്വാഭാവികമായിട്ട് വരും. ഖുർആന്റെ ഭാഷ എന്താ അറിയോ? ഇന്നഹു ഹുവ അൽഹക വഅബ്ക, അള്ളയാണ് നമ്മളെ ചിരിപ്പിക്കുന്നവനും അള്ളയാണ് കരയിപ്പിക്കുന്നവനും. സമ്പത്ത് വർദ്ധിക്കുന്ന സമയം ഉണ്ടാവും, കച്ചവടം നല്ല പോക്കുണ്ടാവും, ചിലപ്പോ പെട്ടെന്ന് താഴേക്ക് വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകാനും പെട്ടെന്ന് അവിചാരിതമായി സാമ്പത്തിക നഷ്ടം, കല്യാണത്തിന്റെ വിഷയം, വീടിന്റെ വിഷയം, മക്കളുടെ പഠനം, ഗൾഫിന്റെ ജോലി, നമ്മുടെ മാനസികമായ പ്രയാസം, കുടുംബപരമായ പ്രയാസം, ഇങ്ങനെ വരുമ്പോ സാധാരണ ജീവിതം നയിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഉറങ്ങാൻ നേരത്ത് നമ്മൾ അള്ളാഹിനോടുള്ള പ്രാർത്ഥന ഒക്കെ ചൊല്ലും. ഇവിടെ വിഷയമാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയമുണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മുന്നിൽ
സാധാരണ പ്രാർത്ഥന കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു വഴിയെ തുറക്കണില്ല, തൽക്കാലം അള്ളാഹ് തുറക്കണില്ല. നമ്മുടെ ജീവിതത്തിൽ മുന്നിലൊരു സാധാരണ ഒരു വഴി കാണില്ല. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അള്ളാഹിനോടുള്ള പെരുമാറ്റം? ഇത് പറയാൻ മൂസാ നബിയുടെ ചരിത്രം എന്താ അറിയോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അള്ളയെ പറഞ്ഞ് ബനു ഇസ്രായേലിനെയും കൊണ്ട് രക്ഷപ്പെട്ട മൂസ ചെങ്കടലിന്റെ മുന്നിലേക്ക് എത്തി. ഖുർആന്റെ ഭാഷ കേട്ടോ. ഫലമ്മാ തറാഅൽ ജംആനി, ചെങ്കടലിന്റെ അവിടേക്ക് മൂസാ നബിയും ബനു ഇസ്രായേലും രക്ഷപ്പെടുന്ന ടീമും എത്തിയപ്പം അവിടെ ഉണ്ട് ബാക്കിൽ ഫിർഔനും ടീമും, മുന്നിൽ കടലും. നമ്മൾ നേർക്ക് നേരെ പറയുന്ന ശൈത്വാനും കടലിനും ഇടക്ക് എന്ന് പറയുന്നത് പോലെ ഫിർഔനിന്റെയും കടലിന്റെയും ഇടക്ക് മൂസാ നബിയും ടീമും പെട്ടു, ശരിക്ക് പെട്ടു. ബാക്കിലേക്ക് പോയാൽ ഫിർഔൻ കൊല്ലും, മുന്നിക്ക് പോയാൽ കടലിൽ മുങ്ങി മരിക്കും ചെയ്യും. പുഴയാണെങ്കിൽ നീന്താ, കടല് കഴിയില്ല. ആ സമയത്ത് ഒരു സാധാരണ ആളുകളെ പോലെ മൂസാ നബിന്റെ ഒപ്പമുള്ള ആൾക്കാർ പറഞ്ഞു, ഖാല അസ്ഹാബ് മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നമ്മൾ പെട്ടല്ലടാ, ഇനി ഇല്ലല്ലോ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലോ. ആ സമയത്ത് മൂസാ നബി ഇറങ്ങുമ്പോ മാത്രല്ല, ആ സമയത്ത് ബാക്കിലും മുന്നിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചത് ഒരു പ്രതീക്ഷയില്ല. അവിടെ ഖാല കല്ലാ ഇന്ന മഈ റബ്ബി, കല്ലാ നിങ്ങൾ പറയും പോലെ അല്ല പടച്ചോൻ. ഇന്ന മഈ റബ്ബി, പടച്ചോൻ നമ്മുടെ കൂടണ്ടടാ, എന്റെ കൂടണ്ടടാ. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. കാരണം അള്ളാഹുവോട് പറഞ്ഞതാണ് ലാ തഖാഫു ദറകൻ. മൂസ ഫിർഔൻ പിടിക്കുന്നു, പേടിക്കണ്ട, ഞാൻ എനിക്ക് ഉറപ്പ് തരാൻ, ഫിർഔൻ എന്നെ തൊടൂല, പിടിക്കൂല എന്ന് അള്ളാഹുവോട് പറഞ്ഞതാണ്. വലാ തഖ്ശ, ഒരാൾ ഈ പേടിക്കണം, അള്ളാഹുവോട് പറഞ്ഞതാണ്. ആ പടച്ചവനിക്ക് 100% വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയും പോലല്ല. എന്നിട്ട് അള്ളാഹു ഞാൻ വരമേൽപ്പിക്കുന്നു. അവിടെ അള്ളാഹ് പറഞ്ഞെന്തറിയോ? വഅൻജൈനാ മൂസ വമൻ മഅഹു അജ്മഈൻ, മൂസാ നബിയും ബനു ഇസ്രായേലും മുഴുവൻ ഞാൻ രക്ഷപ്പെടുത്തി. സുമ്മ അഗ്റഖനൽ ആഖിരീൻ, കടലിലെ വെള്ളം മല പോലെ രണ്ടു ഭാഗത്തേക്കും നിന്ന് ഖുർആന്റെ ഭാഷ പ്രകാരം ഉണങ്ങിയ വഴി ഉണ്ടാക്കി മൂസാ നബിയുടെ മുന്നിൽ. ഉണങ്ങിയ വഴി, അയിക്കൂടെ പോയത്. അവർ പോയി കഴിഞ്ഞ് ഫിർഔനും ടീമും വരുമ്പോഴാണ് അള്ളാഹ് മുക്കിക്കൊല്ലുന്നത്. ഒറ്റ ഗുണപാടാണ്, എന്താ അറിയോ? വിശ്വാസിക്ക് രക്ഷപ്പെടാനുള്ള അതേ വഴി തന്നെയായിരിക്കും അവിശ്വാസിയെ നശിപ്പിക്കാനും അള്ളാഹ് വെച്ചിട്ടുണ്ടാകുക. ഇത് തിരിച്ചറിയാനുള്ള ഈമാനാണ് തവക്കുൽ. ഇത് തിരിച്ചറിയാനുള്ള ഈമാനാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാട് സങ്കടം വരുന്ന സമയത്ത് നമ്മുടെ ഈമാൻ എന്താണ്, അതാ പരിശോധിക്കേണ്ടേ. കല്യാണം ഇങ്ങനെ ആലോചിച്ച് പലത് 2 കൊല്ലായി 3 കൊല്ലായി നടക്കണില്ല. ആ സമയത്ത് നമ്മൾ അസ്വസ്ഥമാകുന്നു, സ്വാഭാവികം, മനുഷ്യ സ്വാഭാവികമാണ്. പക്ഷെ അതിന്റെ അപ്പുറം നമ്മൾ ഇബാദത്ത് കുറഞ്ഞു, പള്ളിക്ക് വരവ് കുറഞ്ഞു, ഖുർആനോത്ത് കുറഞ്ഞു, അവനാണ് സമ്പത്തൊന്ന് താഴ്ത്തിക്ക് വരുമ്പോഴേക്കും പിന്നെ ദീനായിട്ടുള്ള ബന്ധം കുറഞ്ഞു. പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ എന്താപ്പ അള്ളാഹ് എന്നോട് ഇങ്ങനെ കാണിക്കണ്, എന്താപ്പ ഞാൻ എന്ത് ചെയ്തിട്ടപ്പ അള്ളാഹ് ഇങ്ങനെ ഇടക്കിടക്ക് പരീക്ഷണം, എന്തേപ്പ ആശുപത്രി കേസ് ഇങ്ങനെ ഇടക്കിടക്ക് തരുന്നത്, ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടാണ്? ഇതൊന്നും ചെയ്യാതെ കള്ളുടിച്ചടക്കുന്ന ആൾക്കാർക്ക് ഇത്രയൊന്നും ഇല്ലല്ലോ, ഞാൻ 10-50 കൊല്ലം നിസ്കരിച്ചിട്ടും. ഈ വർത്താനം പറയുണ്ടോ? മൂസാ നബിയിൽ നിന്നേ നമ്മൾ അകന്നു. ഈ വർത്തമാനം പറയുന്നുണ്ടോ? സോങ്ങളെ, പ്രതിസന്ധി ഘട്ടത്തിൽ തവക്കുലുണ്ടോ എന്നുള്ളതാ പ്രധാനം. പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയോ അത്ഭുതം തോന്നുന്ന സംഭവം ഏതാറിയോ? ഈ വിഷയത്തില് അത്ഭുതം തോന്നുന്നത്, മൂസാ നബി ജനിക്കുമ്പം നമുക്കറിയാം ആൺകുട്ടികളെ കൊല്ലും. ആ സമയത്താണ് മൂസാ നബി ജനിക്കുമ്പം ഉമ്മാക്ക് അല്ലാഹു വഹി കൊടുക്കണത്. ഉമ്മാക്ക് വഹി കൊടുക്കണെന്ന് പറഞ്ഞ പ്രവാചകന്മാർക്ക് കൊടുക്കണ പോലെ വഹിയല്ല കേട്ടോ, മനസ്സിൽ തോന്നിപ്പിക്കാന്നാണ്. സാധാരണക്കാർക്ക് അല്ലാഹു വഹി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണ്ടി, മനസ്സിൽ തോന്നിപ്പിച്ചു. എന്താ തോന്നിപ്പിച്ച്? ഉമ്മമാര് കൂടി ഇത് കേൾക്കണം, അത്ഭുതപ്പെട്ടു പോകും. അള്ളാന്റെ വാക്ക് വഔഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസാ നബിയുടെ ഉമ്മയുടെ മനസ്സിൽ അല്ലാഹു വഹി കൊടുത്തു, തോന്നിപ്പിച്ചു. എന്തെന്നറിയോ? അൻ അർളിഈഹി, ഉമ്മ മൂസാക്ക് പാലൊടുക്ക്. ഫഇദാ ഖിഫ്തി അലൈഹി, ആൺകുട്ടിയെ കൊല്ലും എന്ന ഭയത്തിൽ മൂസയെയും കൊല്ലും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഫഅൽഖീഹി ഫിൽ യമ്മി, ആ പുഴയിൽ നിങ്ങൾ ഒഴുക്കണം. അടുത്ത വാക്ക് വലാ തഖാഫി, ഒരു ഉമ്മാനോട് പെട്ടിയിലാക്കിയിട്ട് പുഴയിൽ കൂടെ വിടാൻ പറഞ്ഞാൽ ഒരു ഉമ്മ വിടുവോ? വിടൂല, നമ്മളും വിടൂല. അള്ളാഹുവിന്റെ വാക്ക് വലാ തഖാഫി, ഉമ്മ നിങ്ങൾ പേടിക്കണ്ട. വലാ തഹ്സനി, നിങ്ങൾക്ക് ദുഃഖം വരൂല. ഇന്നാ റാദ്ദൂഹു ഇലൈക്, ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിരിച്ചു തരും. എങ്ങനെയെന്ന് ചോദിക്കരുത്, തിരിച്ചു തരും. വജാഇലൂഹു മിനൽ മുർസലീൻ,
ഞാൻ അവനെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാക്കും ചെയ്യും. അള്ളാന്റെ ഒരൊറ്റ ഉറപ്പിന്റെ പേരിൽ ആ പെട്ടിയിലാക്കി വിടുന്നത്. നമ്മളോടൊന്ന് പറഞ്ഞോക്കട്ടെ, വിടുവോ? നമ്മളെ നാട്ടില് ഔറത്ത് മറക്കാതെ പെൺകുട്ടികൾ ഇങ്ങനെ കൊണ്ടടക്കും. എന്തേ? കല്യാണം വരണമെങ്കിൽ മൗലവി ഇങ്ങനെയൊക്കെ നടക്കണം എന്നാ പറയണത്. അതാണ് തവക്കുലില്ല അറിയണത്. അതാ തവക്കുലില്ല. ഇങ്ങനെ നടന്നാലേ കല്യാണം വരുള്ളൂ എന്ന് ശൈത്താൻ പറയുമ്പോ പടച്ചോൻ ഒഴിവാക്കാൻ നമ്മള് എന്തിനാണ് ആ പലിശക്ക് എടുക്കണ്? അത് മൗലവി എല്ലമ്പാടെ പറഞ്ഞു തന്നാ നടക്കൂലട്ടോ. ഇങ്ങനെയൊക്കെ ആയാലേന്ന് മൂത്താപ്പി അളാപ്പി നാട്ടാരൊക്കെ പറഞ്ഞിക്കണ്. അതാണ് വിഷയം. സാധാരണ ഇങ്ങനെ ജീവിക്കുമ്പോ നമുക്ക് പലിശനേറ്റ് ബന്ധമുണ്ടാവില്ല. പ്രതിസന്ധിയിൽ വരുമ്പോ നമുക്ക് പലിശനേറ്റ് ബന്ധമുണ്ടോ? മൂസാ നബി ഒഴിവാക്കിയിട്ട് നമ്മൾ ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നു. ഞാനിത് പറയണെന്താ അറിയോ? തവക്കുൽ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് സ്വസ്ഥമായി നാല് ടയറുള്ള വണ്ടിയിൽ കാറിൽ ഇങ്ങനെ സുഖമായിട്ട് പോകുമ്പം ആരും ഉപദ്രവിക്കാതെക്കുമ്പോ മനസ്സ് തോന്നുന്ന ഒരു കാര്യം മാത്രമല്ല. നമ്മൾ റോട്ടുമേലാണ് വീണ് കിടക്കാണ്, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാല്ല. അവിടെ പടച്ചോനെ ഞാൻ നിന്നിൽ തവക്കുലാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ ഇവിടുന്ന് മരിക്കുകയാണെങ്കിൽ തൗഹീദിൽ മരിക്കാൻ കഴിയണം, അല്ലെങ്കിൽ നാഥാ നീ എന്നെ രക്ഷപ്പെടുത്തണം. അതാ തവക്കുൽ. എന്റെ കുട്ടിക്ക് ആലോചന വരുന്നുണ്ട്, നടക്കണില്ല. 4ാമത്തെ മാസം എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ അള്ളാഹു എഴുതി വെച്ച പുതിയാപ്പിളക്ക് കല്യാണം കഴിക്കാൻ സമയമായിട്ടില്ല. ആണെങ്കിൽ അള്ള പരീക്ഷകൾ കൊണ്ടുവരും. അതാ തവക്കുല്. ഞാൻ അന്വേഷിക്കണം, ഞാനതിന് പണിയെടുക്കണം, ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ കച്ചവടം ഇതുവരെ ഇങ്ങനെ പോയി, പെട്ടെന്ന് തകർന്നു. ഇത്രയും കാലം പൈസ എന്ന പടച്ചോൻ കുറച്ചു കാലത്തേക്ക് പരീക്ഷണം. സാരല്ല, അള്ളാഹു തരും, അള്ളാഹു തരും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സിനാണ് തവക്കുൽ എന്ന് പറയാ. അതാ മൂസാ നബിക്കുണ്ടായത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗർ ഗുഹയിൽ പിടിക്കപ്പെടും എന്ന സമയമെത്തിയപ്പോ നബി പിടിക്കപ്പെടുമോ എന്ന ഭയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നബിയെ ഓലൊന്ന് കുമ്പിട്ടാൽ, ഗുഹന്റെ ഉള്ളിക്കൊന്ന് തലയിട്ടാൽ നമ്മൾ പിടിക്കപ്പെടട്ടോ നബിയെ, നിങ്ങളെ ഓല് കൊല്ലുട്ടോ. അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂബക്കറെ അല്ലാഹു മഅനാ. അബൂബക്കർ, നമ്മൾ 2 ആളല്ലട്ടോ ഗുഹയില്, 3ാമത് അള്ള ഉണ്ടിട്ടോ, അള്ള രക്ഷപ്പെടുത്തിട്ടോ. ഇതാണ് നിൽക്കണ്ടേ. വിധവയായി പ്രയാസമുണ്ട്, പടച്ചോൻ അള്ളാഹുവിൽ തീരുമാനം ഉണ്ടാക്കും. അള്ളാഹുവിൽ നിന്ന് തവക്കുൽ ചെയ്യാതെ ഒരു വിശ്വാസിയുടെ ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിച്ചോ, അയാൾ ആരാധന നിർത്തും. പടച്ചോനെ പറ്റി കുറ്റം പറയും. എന്തിനാണ് ഇങ്ങനെ പരീക്ഷണം എന്ന് ചോദിക്കും. അയാൾ അള്ളാഹുവിൽ നിന്ന് അകലും. അത് തൗഹീദിൽ നിന്നുള്ള അകൽച്ചയായിരിക്കും. സഹോദരങ്ങളെ, ഇത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 3ാമത്തെ ഒരു ഗുണപാഠം എന്താ അറിയും? ഒറ്റ വാക്കിൽ നേർക്കുനേരെ പറഞ്ഞാൽ, നന്നാകാൻ മരിക്കാൻ കാത്തുക്കരുത്. നന്നാകാനേ മരിക്കാൻ കാത്തുക്കരുത്. ഇതാണ് ഈ ചരിത്രത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ 3ാമത്തെ ഗുണപാഠം. ഫിറഔന് ലോകത്തെ ഏറ്റവും വലിയ തോന്നിയാസിയാണ്. നമ്മളാരും പറയാത്ത വർത്താനാ പറയണം. നമ്മളാരും പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയില്ല, ബോധം കെട്ടിട്ട് പോലും നമ്മൾ പറയില്ല ഞാനാണ് അള്ളാഹ്. അത് പറഞ്ഞ ആളാ ഫിറഔൻ. ഞാൻ ഇതിനേക്കാളും വലിയ ധിക്കാരി ഇല്ലല്ലോ. ആ ഫിറഔനാണ്. ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖ്. അള്ളങ്ങനെ മുക്കിയിട്ട് കൊല്ലുമ്പം, അങ്ങനെ കൊന്നിട്ട് ജീവൻ പോകാണെന്ന് ഉറപ്പിച്ചപ്പം ഖാല, ഫിറഔൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമൻതു ബിഹി ബനു ഇസ്രായീൽ. ബനു ഇസ്രായേൽ വിശ്വസിച്ചിരിക്കുന്ന അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമായിട്ടുണ്ട്. ജീവൻ പോകുമ്പോ പറയാട്ടോ, പറഞ്ഞിക്കണ്. ജീവൻ പോകുമ്പം ലാത്തേ മനാത്തേ ഉസ്സേ നല്ല വിളിച്ച്, അള്ളാന്നാ വിളിച്ച്, കെലിമയാ ചൊല്ലി, ഞാൻ മുസ്ലിമായിക്കണെന്നാ പറഞ്ഞ്. അള്ളാന്റെ ചോദ്യം എന്താ അറിയോ? അൽ ആൻ, ഫിറൗൻ എപ്പോഴോ? ജീവൻ പോകാൻ നേരത്തോ? അടുത്ത വാക്കെന്താ അറിയോ? വഖദ് അസൈത ഖബൽ വകുൻതു മിനൽ മുഫ്സിദീൻ. എടാ, ജീവൻ പോകും വരെ ഈ നാട്ടെ തെമ്മാടിയായിട്ട് നടക്കല്ലിനോ? താൻ തോന്നിയായിട്ട്? എനിക്ക് ദീന് കിട്ടാത്തോണ്ടാ? മൂസനോട് പറയാത്തോണ്ടാ അലൈഹിസ്സലാത്തു വസ്സലാം? ആണോ? തൗറാത്ത് എനിക്ക് കിട്ടാത്തോണ്ടാ? അറിയാത്തോണ്ടാ? അല്ല, കിബറുണ്ട്. എന്നിട്ട് ഇപ്പൊ മരിക്കാൻ നേരത്ത് തൗഹീദ് ഉച്ചരിക്കേ വേണ്ട ഫിറഔനെ. ഇതേ വാചകേ
നമ്മൾ ICU കിടക്കുമ്പോഴും പറയേണ്ടി വരും. ഞാനടക്കാ പറഞ്ഞത് 55 വയസ്സായിട്ടും 60 വയസ്സായിട്ടും നിസ്കാരം വരെ ക്ലിയറാകാത്ത ആൾക്കാരുണ്ട്. അങ്ങാടിയിൽ നിന്നങ്ങനെ വർത്താനം UDF ജയിക്കാനുള്ള കാര്യം, LDF ജയിക്കാനുള്ള കാര്യം, സ്വതന്ത്രം തോൽക്കാനുള്ള കാര്യം, എല്ലാ കാര്യത്തെ പറ്റി അഭിപ്രായം കേട്ടോ. 2026 എത്തുമ്പോഴത്തേക്ക് ആകെ ചർച്ചയാണ്. അതിന്റെ ഇടയ്ക്ക് മാരിബാൻ കൊടുത്ത ആൾക്കാർ ഇങ്ങനെ പള്ളിക്ക് പോകുമ്പോഴാണ് കൂൾബാറിന്റെ ഉള്ളിൽ കയറുന്നുണ്ട്, സ്ട്രോങ് കട്ടൻ ചായ. അവിടെ നിന്ന് അനങ്ങൂല. നാട്ടിലത്തെ മുഴുവൻ ഗസക്ക് വേണ്ടി മൗലവികൾ കാര്യമായിട്ട് ദുആ ചെയ്യണം. ചൈനയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ട് ദുആ ചെയ്യണം. നമ്മൾ ആരോടാ നമ്മൾ ഈ കപടത? എത്ര കാലായി കിതക്കാൻ തുടങ്ങിയില്ലേ? ഞാനും നിങ്ങൾ കിതക്കാൻ തുടങ്ങിയില്ലേ? ഇല്ലേ? നിരക്കാൻ തുടങ്ങിയില്ലേ? നരമ്പ് പുറത്ത് കിടക്കാൻ തുടങ്ങിയില്ലേ? നമുക്ക് പച്ചക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്തോടത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൈയോണ്ടും കാലോണ്ടും ചെയ്യാൻ കഴിയാത്ത അവസ്ഥത്തിലേ, മുട്ടും കാലും ഒന്നിച്ചൊരു സ്ലാബിന്റെ മുകൾക്ക് ഒറ്റക്ക് പിടിക്കാതെ കയറാൻ കഴിയാത്ത അവസ്ഥത്തിലെ ഇനി എടുക്കാൻ നമുക്ക് നിസ്കാരം ശരിയാകാതെ ഔറത്ത് പോലും മറക്കാതെ തൗഹീദിന്റെ നാട്ടിൽ സാരി തലപ്പോണ്ട് മാത്രം തലമറച്ചാണ് നടക്കുകയാണ്. എന്നമാരെ 10-60 വയസ്സായി, നരവന്നു, ഡൈ ചെയ്ത് നടക്കുകയാണ്. എന്നാ ഇനി നമ്മൾ നന്നാകണത് എന്നാണ്? ഞാൻ കുറ്റപ്പെടുത്തല്ല, നമ്മൾ ആലോചിക്കേണ്ട എത്ര കാലം നമുക്കുള്ളത്. ഈ അടുത്തൊരു സഹോദരൻ പറഞ്ഞാണ്, മൗലവി ആദ്യമൊക്കെ കരുതി പ്രായമാകുമ്പോൾ ഈ കച്ചവടം ബിസിനസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒഴിവുണ്ടാവുമല്ലോ, അപ്പൊ സമാധാനത്തിൽ ഇബാദത്ത് ചെയ്യാ. ഇപ്പോഴാ മനസ്സിലായത് എല്ലാം കഴിഞ്ഞു നിൽക്കുമ്പോഴേക്കും ആശുപത്രിയിൽ നിന്ന് പോരാനും നേരം ഉണ്ടാവില്ല. കുടിച്ച ഗുളികക്ക് ഉറങ്ങാനല്ലാതെ ഒന്ന് ഉത്സാഹത്തോടു കൂടി നിസ്കരിക്കാൻ പോലും നേരം ഉണ്ടാവില്ല പ്രായമാകുമ്പോൾ. നമ്മ കുറച്ച് കാലുള്ളൂ. നമ്മുടെ പള്ളിന്റെ ചുറ്റുഭാഗത്ത് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഈ പള്ളിക്ക് ഇവിടെ ഖുത്ബ മൗലവി മാറിയിക്കണം, ഇരിക്കണോലൊക്കെ മാറിയിക്കണം, ഓരൊക്കെ പോയി. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. നമ്മളും പോകാൻ നിൽക്കണം. കുറച്ച് കാലാള് എന്നിട്ട് നമ്മൾ ICന്റെ ഉള്ളിൽ കയറി അവസാന സമയത്ത് വന്നിട്ട് ജക്കാത്ത് ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടീനി. അപ്പളാ അൽ-ആൻ മഹമൂദേ, ഇപ്പോഴാണടാ, ഇപ്പോഴാ പള്ളിക്കന്ന് കുത്തുപേട്ടപ്പോ എന്താ പറഞ്ഞീനി? അങ്ങനൊക്കെ പറയാം. എനിക്കൊന്നും ഉണ്ടാവൂല. തെറ്റിയോലൊക്കെ ഉണ്ടാവും ICന്റെ പുറത്ത്, തെറ്റിയോലൊക്കെ എളാപ്പ മൂത്താപ്പ അയലൊക്കെക്കാരൻ. മരിച്ചാലും മയ്യത്ത് കാണേണ്ട വളപ്പിക്ക് ചവിട്ടണ്ടാവുന്നവരൊക്കെ പുറത്തുണ്ടാവും. അന്ന് മനസ്സിൽ കൊതിക്കും, പടച്ചോനെ ചെന്നിട്ടൊന്ന് കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, സലാം പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, തൗബ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നെഞ്ച് പടക്കും, കയ്യ് പറക്കും, കണ്ണെന്ന് കണ്ണീര് വരും. അള്ളാഹ് അനങ്ങാൻ സമ്മതിക്കൂല. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ പടച്ചോനെ നീക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അള്ളാഹ് അൽ-ആൻ ഷാഹിദ് എപ്പോഴാടാ? ഇപ്പം അപ്പൊ ഇതുവരെ എനിക്ക് എന്തേ പണി? ഈ ചോദ്യം നിസ്കാരത്തിൽ ഉണ്ടാവും, സക്കാത്തിൽ ഉണ്ടാവും. ബന്ധം അള്ള പറഞ്ഞ ബന്ധം മുറിച്ചിട്ട് വലിയ സംഭവമായിട്ട് നടക്കുമ്പോൾ സൗങ്ങളെ ഇതുണ്ടാവും, ഉറപ്പാണ്. ഫിർഔനത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഉറപ്പല്ലേ? ഫിർഔൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫിർഔനത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഉറപ്പല്ലേ കൂട്ടരെ? ഉമ്മാരെ, സഹോദരിമാരെ, പള്ളിക്കൊക്കെ ക്ലാസ്സിനോ ജമാഅക്കോ വരാൻ നേരല്ല. തിരക്കോട് തിരക്ക്. എന്നിട്ട് നിങ്ങൾ ആശുപത്രി കിടക്കണം. ഇപ്പൊ ആശുപത്രി കിടക്കണവരെ പോയി സന്ദർശിച്ചോണ്ട് ചോദിച്ചോണ്ടി. അനങ്ങാൻ കഴിയാത്തോട് നട്ടല് പൊട്ടിയോട് ഇപ്പോ ഓടന്യനി മൗലവി ഫുൾ ടൈം ഓടുക. അവസാനം വെച്ചതൊക്കെ ശരിയാക്കാൻ തീരുമാനിച്ചു, നടന്നില്ല. ഇപ്പൊ കടത്താണ്. സങ്കടാണ്. ബാങ്ക് ഇങ്ങനെ പള്ളിക്കെന്ന് കൊടുക്കും, ആശുപത്രിക്ക് ജനലിന്റെ അഴികൾക്കുള്ളിലൂടെ കേൾക്കും. പള്ളിക്ക് ആൾക്കാർ പോണത് ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നെഞ്ചിങ്ങനെ പടക്കും. നല്ല പങ്കാലത്ത് 2 വീലറും 4 വീലറും ഉണ്ടായിട്ടും പോകാൻ കഴിഞ്ഞില്ലല്ലോ. ഉണ്ടാകരുത് ദയവേത്. ഫിർഔനെ പോലെ നമ്മൾ മരിക്കരുത്. നമ്മൾ അങ്ങനെയാണ്. ഈ ഖുത്ബ ക്ലാസ്സിനൊന്നും നമ്മൾ വരേണ്ട ആൾക്കാരല്ലല്ലോ. നമ്മൾ ദീനിയായി ജീവിക്കണം. മൂസാ നബി കലീമുല്ലാഹ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പാരമ്പര്യമുള്ളവരാണ്. ആ പാരമ്പര്യത്തിൽ തന്നെ ജീവിക്കുകയും ദീനിയായി ജീവിച്ച് തലമുറകൾക്ക് നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ അവസരം കൊടുക്കുക. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ മൂസാ നബിയെ പോലെ ധീരമായി അവിടെയാണ് പടച്ചവന്റെ കാവലുണ്ടാവുക എന്ന് ഉറപ്പിക്കുക. മൂന്നാമത്തേത്, മരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ നന്നാകുക. അവനവന് ചില വളവത്തരങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. അതൊക്കെ ഒരു ലൂപ്പാണ്. അതിൽ പെട്ടാ പിന്നെ ഊരാൻ കഴിയില്ല. അത്തരം സംഗതികളൊക്കെ തോപ ചെയ്ത് ജീവിതത്തിൽ പെട്ടെന്ന് അവസാനിപ്പിച്ച് അവനവന്റെ ജീവിതത്തിൽ അവനവന്റെ സ്വർഗത്തിന് വേണ്ടി നമ്മുടെ അമ്പിയാക്കന്മാരെ കാണാൻ, ഔലിയാക്കന്മാരെ കാണാൻ, മൂസാ നബിയെ കാണാൻ ഒരുങ്ങി തയ്യാറായി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മാസത്തിന്റെ പവിത്രതകൾ കൊണ്ടും നാഥ നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ നോമ്പിന്റെ ശ്രേഷ്ഠതകൾ കൊണ്ടും നാഥ നീ ഞങ്ങളുടെ പാപങ്ങളെല്ലാം
വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് ദീൻ കൈമാറി തന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നാഥാ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും മുഹമ്മദ് നബിയുടെയും എല്ലാ നബിമാരുടെയും ജീവിതത്തിൽ അവനവന്റെ ജീവിതത്തിൽ സ്വീകരിച്ച് ഭക്തരായി ജീവിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ നാഥാ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഹിദായത്ത് കിട്ടിയിട്ടും വഴിപിഴച്ചു പോകുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ നാഥാ അതിൽ നിന്ന് നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. ഞങ്ങളുടെ വരുമാനത്തിൽ ഹലാലായ വർധനവ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നാഥ ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ രോഗികളായ ആളുകൾക്ക് നാഥ രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.